ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഈ ലേഡീസ് പേഴ്സിന് എന്തെങ്കിലും ഉണ്ടോ, അതിലുള്ളത് കണ്ടെത്തോ, ഇത് ആരുടേതാണ് കണ്ടെത്തോ എന്നൊക്കെ അറിയാൻ ജസ്റ്റ് വൺ ഡേ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഓൾറെഡി സമയം 8 മണി 8:30 ആയി സമയം. അപ്പൊ ഇനിയിപ്പോ നാളെ 11 മണിക്കാണ് ഇവിടെ ഷോ. 9 മണിക്ക് തന്നെ ഷോ ഉണ്ട്, പല സ്ഥലത്തൊന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 11 മണിക്കാണ് ഷോ. നാളെ അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. പിന്നെ കുറെ ദിവസങ്ങളായിട്ട് ഓരോ ദിവസം, അത് ഒരു ഏകദേശം 7-8 ദിവസം കൊണ്ട് പല ക്യാരക്ടേഴ്സിനെ, അതായത് ഡൊമിനിക്കിന്റെ ഡയറിയിലെ കഥാപാത്രങ്ങളായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവരെ കുറിച്ച് ഡൊമിനിക്ക് എന്താണ് വിചാരിക്കാൻ തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുള്ളത് ഡൊമിനിക്കിനെ കുറിച്ച് തന്നെ വിചാരിക്കുന്നത് എന്താണ്, പുള്ളിയുടെ ഉള്ളിൽ പുള്ളി ഒരു സിംഹമാണോ അല്ലയോ, അത് പുള്ളിയുടെ വിചാരം, അതായത് ഞാൻ ഇന്നതാണെന്നുള്ള പുള്ളിയുടെ വിചാരം തെറ്റാകുമോ ശരിയാണോ, ഡൊമിനിക്കിന്റെ ചിന്തകൾ തെറ്റോ എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് തന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട്. ഡൊമിനിക്കിന്റെ ഡയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് മുമ്പ് വിശ്വസിക്കുന്ന ആ ഒരു പേജ് എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തേത് CI ഡൊമിനിക്. ഈ പേര് CI എന്നുള്ള ഇനീഷ്യൽ ആണോ അതോ CID എന്ന് വരാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഡൊമിനിക് ആണുള്ള പേര്, അപ്പൊ അങ്ങനെ ചേർത്താണോന്നും പറയാൻ പറ്റില്ല. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു തള്ളാശാനായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കൊടുത്തതും ആയിരിക്കാം. സ്മാർട്ടാണ്. ഇന്റലിജന്റ് ആണ്, അല്ല ഇന്റലിജന്റ്, ഓക്കെ, ഇന്റലിജന്റ്. ഷാർപ്പ് എഴുതിയിട്ട് വെട്ടിയിട്ട്, അപ്പൊ ഷാർപ്പ് അല്ലേ. ഹാൻഡ് വർക്കർ, സ്മാർട്ട് വർക്കർ എന്നാക്കിയിട്ടുണ്ട്. ഹാൻഡ് വർക്കർ എന്നുള്ള വെട്ടിട്ട് ഹാർഡ് വർക്കർ. ഹാൻഡ് വർക്കർ അല്ല, ഹാർഡ് വർക്കറാണ്. മനസ്സൊന്നും ശരിയല്ല കുട്ടികളുടെ. അതാണ് ഇങ്ങനെയൊക്കെ തോന്നണതേ. എന്താ ചെയ്യാ, അന്തമാരി ആളുകൾ. സ്മാർട്ട് വർക്കർ കേട്ടോ, സ്മാർട്ട് വർക്കർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂ ഇയർ ന്യൂ മീ, പുതിയ വർഷം പുതിയ ഞാൻ. എന്തോ എല്ലാ വർഷവും എല്ലാവരും പറയാറുണ്ട്. ടു സോൾവ് ചെയ്യാനുള്ളത് ആരൊക്കെയാണ്? യെസ് കുറുപ്പ്, സുകുമാരക്കുറുപ്പ്. എന്നൊരു ചോദ്യചിഹ്നം. ഡി ഇബ്രാഹിം, അത് സുകുമാരക്കുറുപ്പും ഡി ഇബ്രാഹിമും. വാച്ച് ഡി നക്ഷത്രം, അതെന്താ സംബന്ധം മനസ്സിലായി. ദൂരദർശൻ ഡി എന്ന ഡി നക്ഷത്രം കാണാറുണ്ട്, അതോ കാണാന്നാണോ? കാണാറുണ്ട് എന്നായിരിക്കും. അങ്ങനെ സാധനം കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇനിയുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ്. കലൂരിന്റെ ആൻസർ ടു ഷെർലക് ഹോംസ്. കലൂര്, എറണാകുളം, സ്വാഭാവികം. ഷെർലക് ഹോംസ് ആരാണെന്ന് കലൂരായിട്ട് ചോദിച്ചാൽ ഒരൊറ്റ ആളെ പറഞ്ഞു, ദേണ്ട് നിൽക്കുന്ന ഡൊമിനിക്. ഇതാണ് നമ്മുടെ ഷെർലക് ഹോംസ് എന്നാണ് പറയാ. അപ്പോ കലൂരിന്റെ സ്വന്തം ഷെർലക് ഹോംസ് ഭയങ്കരമായിട്ടുള്ള സംഭവം കേട്ടോ. ഞാൻ വലിയ സംഭവമാണ് വിചാരിച്ചെടുക്കുന്ന ആളാണ്. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഫോട്ടോ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. ഷെർലക് ഹോംസിന്റെ ആണെന്ന് തോന്നുന്നത്. ഷെർലക് ഹോംസിനെ വിചാരിച്ചതായിരുന്നു. തൊപ്പി, മറ്റേ സിഗരറ്റ് വലിക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, അതാണ് എന്റെ പേര്, അത് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും റൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് 9920039503 ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഷിബു പ്ലംബർ. പ്ലംബറിന്റെ നമ്പറൊക്കെ അവിടെ നിന്ന് വെച്ചിട്ടുള്ള കേട്ടോ. ഇനി ഈ പേജ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് കീറിയിട്ടുണ്ട്. ആ കീറി എവിടെയാണ് വേഫർ ഫിലിംസിന്റെ ഇത് വെച്ചിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ. അത് നന്നായല്ലോ, അത് നൈസായിട്ടോ. ഞാൻ ഇതുവരെ ഇത്രയും കാലം ഇതിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ആൻഡ് കീറിയിട്ടുണ്ട്. ആ കീറിയ ഭാഗത്ത് ഇങ്ങനെ എപ്പോഴും നമ്മൾ ആ പേജ് തുറന്ന് അവിടെ ഒരു ഇത് വരുമല്ലോ, ഒരു ചെളിക്കായ പോലെ കൈ ഇങ്ങനെ പിടിച്ച് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ആൻഡ് കറക്റ്റ് അങ്ങനെ നട്ടുക്ക് ഇങ്ങനെ കീറിന പോലെ. ആ കീറിയതല്ല, ഇങ്ങനെ മടക്കിയത് കറക്റ്റ് അറിയുന്നുണ്ട്. പക്ഷെ മടക്കിയത് ടോപ്പ് വരെയല്ല. അപ്പൊ ഈ മടക്കിയത് ആ ഒരു കീറൻ വേണ്ടി കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്ത് എന്തെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ എടുത്തതോ എന്തെങ്കിലും സാധനം ആയിരിക്കും. വേറൊന്നും അവന്റെ സാധ്യത നോം കാണുന്നില്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് മിക്സഡ് റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ടീസർ വന്ന സമയത്ത് വളരെയധികം മിക്സഡ് റിവ്യൂസ് ആണ് കേട്ടിരുന്നത്. കുറെ ആളുകൾ ഇത് പോരാ, 5 വയസ്സിട്ടില്ല, ഇത് പൊട്ടും, മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ ഫ്ലോപ്പ് സിനിമയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മമ്മൂട്ടി കമ്പനി എന്നുള്ളത് അതൊരു വിശ്വാസം തന്നെയാണ്. കാരണം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് മമ്മൂട്ടി കമ്പനി. പിന്നെ മമ്മൂട്ടി തന്നെ അത്രയും നല്ലതാണ് തോന്നിയതിന് ശേഷമായിരിക്കുമല്ലോ അതിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ എന്തായാലും തുടങ്ങി വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നിവൃത്തിയില്ല ചെയ്യണം, അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. പിന്നെ ഗൗതം വാസുദേവ് മേനോൻ, GVMനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, എത്രയോ വർഷങ്ങളായി. അതിന് പല പ്രശ്നങ്ങളുണ്ട്. തമിഴിൽ ഒരാളും എന്നെ സഹായിക്കുന്നില്ല രീതിയിൽ പുള്ളി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ എങ്ങനെ പറഞ്ഞാലും ഫൈനലി തമിഴ്നാട്ടിൽ പുള്ളിക്ക് അത്ര നല്ല ഇമേജ് അല്ല ഇപ്പൊ ഉള്ളത്, എസ്പെഷ്യലി ഇൻ ഡയറക്ഷൻ.
അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മലയാളത്തിൽ വന്ന് മമ്മൂക്കേനെ പോലെ ഒരു അത്രയും വലിയ ലെജൻഡറി ആക്ടറിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ അത് നല്ല സിനിമയാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം, ആ ഒരു ചലഞ്ചിങ് പരിപാടി എന്തായാലും GMM ഉണ്ടാവും. ഒരു പ്രഷർ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എത്രയും എക്സ്പീരിയൻസ് ഉള്ള ആയതുകൊണ്ട് പ്രഷർ ഒന്നും കാര്യം ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും തെളിയിക്കൽ നിർബന്ധമാണ്. അതിനുശേഷമേ ഒരുപാട് സിനിമകൾ വരുള്ളൂ. ഇപ്പൊ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് മമ്മൂക്കിനെ വെച്ച് 10 പടങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട് എന്നാണ്. 10 പടങ്ങളൊക്കെ ചെയ്യുമോന്നും പറയാൻ പറ്റില്ല. ഈ പടം എങ്ങനെ ഉണ്ടാവും അതനുസരിച്ചിരിക്കും ഉണ്ടാവും രണ്ടാമത്തെ പടം ചെയ്യല്. എന്തായാലും അത് നാളെ തീരുമാനമാകും. ഇതല്ലാതെ ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ, ഝാൻസി, ഇതുപോലൊരു നർത്തകിയായിട്ടുള്ള ഒരാള്, ഭരതനാട്യ ഡാൻസർ, അതായത് ലൈറ്റ് ശോഭന എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് ആയിട്ടുള്ള ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ നാടിനോട് പുച്ഛം എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിരുന്നു. ലണ്ടനിലേക്കോ കാനഡയിലേക്കോ പെട്ടെന്ന് പോകുന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കഥാപാത്രം. അതല്ലാതെ ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം, ഈ ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരു ടിപ്പിക്കൽ ഷൈൻ ടോം ചാക്കോ തന്നെ ആയി മാറുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. കാരണം ആ ലുക്കും നൃത്തം ഭാവം കണ്ടു കഴിഞ്ഞാൽ, ആ പോസ്റ്ററിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ പരിപാടിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ മമ്മൂക്ക ചിത്രമൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി രസമായിട്ട് വെറൈറ്റി ആയിട്ട് ഒരു പക്ഷേ പ്രസന്റ് ചെയ്തേക്കാം. എന്തായാലും നല്ല കാലിബറുള്ള നടൻ തന്നെയാണ്. കുറെ കാലങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും വരുന്നില്ല. സെയിം സാധനം തന്നെ റിപ്പീറ്റ് അടിച്ച് വെറുപ്പിക്കുന്ന പരിപാടിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിലൊരു മാറ്റം ഇതിലൂടെ സംഭവിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും നാളെ 11 മണിക്ക് നമ്മൾ സിനിമ കാണുന്നതാണ്. അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതാണ്. പല മിക്സഡ് റിവ്യൂസ് ആണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എബോ ആവറേജ് ഫീൽ തരാൻ പറ്റുന്ന ഒരു ആവറേജ് പടം എന്തായാലും ഉണ്ടാവും. വലിയ മോശമില്ലാത്തൊരു പടമായിരിക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ഓരോ അപ്ഡേറ്റും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ ഓരോ പോസ്റ്ററും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഉപയോഗിക്കുന്ന ക്യാപ്ഷൻസ് ഭയങ്കര രസമായിട്ട് അവരെ തന്നെ ട്രോളി, സെൽഫ് ട്രോൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചെയ്ത്, ഇപ്പൊ ലാസ്റ്റ് ഒന്നിലെ സോങ്ങിലാണെങ്കിലും താപ്പാന സിനിമയിലെ ഊരും പേരും പറയുന്ന രീതിയിൽ ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ആ ഡാൻസും സ്റ്റെപ്പും അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളും മറ്റു സംഭവങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ പറഞ്ഞ എവൻ ഒരു പുലിയാണ്, വെറും പുലിയല്ല, ഒരു സിംഹം എന്നുള്ള രീതിയിലുള്ള സാധനം, അതായത് രാജമാണിക്യം അത് വെച്ചിട്ട് അങ്ങനെയൊക്കെ മൊത്തം ഒരു രസമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഡിഫറെന്റ് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത്ര തന്നെ ആ സിനിമ റിലീസ് ആവട്ടെ, അത്ര തന്നെ അത് വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും അധികം ടൈമൊന്നുമില്ല, നാളെയല്ലേ. ലെറ്റ്സ് വാച്ച്, ലെറ്റ്സ് സീ.